Hi everyone, welcome to my channel. Let's open biology book today. Okay, but don't forget to like, subscribe and share. 10th ബയോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 2 വിൻഡോസ് ഓഫ് നോളജ്. 4 മാർക്കിന് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഇയർ. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇയർ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്. ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽ ആയ വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. What are the functions of ear? ഇയറിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? You can see here two functions. ഏതൊക്കെയാണ് രണ്ട് ഫങ്ഷൻസ്? ഹിയറിംഗ്, ബാലൻസിങ് ഓഫ് ദ ബോഡി. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫങ്ഷൻ ഹിയറിംഗ് ആണ് അല്ലെ? പക്ഷെ ഹിയറിംഗ് കൂടാതെ ബോഡി ബാലൻസിങ്ങിനും ഇയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇയറിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് പഠിക്കാം. ഇയർ 3 പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റേണൽ, മിഡിൽ ആൻഡ് ഇന്റേണൽ ഇയർ. ഇതാണ് എക്സ്റ്റേണൽ ഇയർ പാർട്സ്. ഏതൊക്കെയാണ്? പിന്ന, ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. ഈ 3 പാർട്സ് ആണ് എക്സ്റ്റേണൽ ഇയർ പാർട്സ്. നെക്സ്റ്റ് പാർട്ടാണ് മിഡിൽ ഇയർ. മിഡിൽ ഇയർ പാർട്സ് ഇയർ ഓസിക്കിൾ. ഇയർ ഓസിക്കിൾ എന്ന് പറഞ്ഞാൽ 3 ബോൺസ്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റാപ്പിസ്. അലോങ് വിത്ത് ദാറ്റ് യുസ്റ്റാഷ്യൻ ട്യൂബ്. ഇയർ ഓസിക്കിൾസ് ആൻഡ് യുസ്റ്റാഷ്യൻ ട്യൂബ് ആണ് മിഡിൽ ഇയർ പാർട്ട്. ഇവിടെ 2 വിൻഡോസ് കാണാം, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. ഇതാണ് ഓവൽ വിൻഡോ. സ്റ്റാപ്പിസ് അറ്റാച്ച് ചെയ്ത് കാണുന്നതാണ് ഓവൽ വിൻഡോ ആൻഡ് ദിസ് വൺ റൗണ്ട് വിൻഡോ. ഇനി ഇന്റേണൽ ഇയർ പാർട്സ് ഏതൊക്കെയാണ്? സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂൾ, വെസ്റ്റിബുലാർ നെർവ്, കോക്ലിയ, ഓഡിറ്ററി നെർവ്. ഇതാണ് ഇന്റേണൽ ഇയർ പാർട്ട്. ഇനി ഓരോ പാർട്സിന്റെയും ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എക്സ്റ്റേണൽ ഇയർ, പിന്ന ആൻഡ് ഓഡിറ്ററി കനാൽ ആൻഡ് ടിംപാനം. എന്താണ് പിന്ന? വാട്ട് ഈസ് ഇറ്റ്സ് ഫങ്ഷൻ? ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ഓഡിറ്ററി കനാൽ. സൗണ്ട് കളക്ട് ചെയ്ത് സൗണ്ടിനെ ഓഡിറ്ററി കനാലിലേക്ക് പാസ് ചെയ്യുന്നത് പിന്നെയാണ്. പിന്നെ ഒരു കാർട്ടിലേജ് ആണ്, അതുകൊണ്ട് ഇത് ഫ്ലെക്സിബിൾ ആണ്. ഇറ്റ് ഈസ് നോട്ട് ബോൺ. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്ട് ഓഡിറ്ററി കനാൽ. ക്യാരി സൗണ്ട് വേവ് ടു ദ ടിംപാനം. സ്മോൾ ഹെയർ ആൻഡ് വാക്സ് പ്രസന്റ് ഹിയർ പ്രിവെന്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾ. ഓഡിറ്ററി കനാലാണ് പിന്നയിൽ നിന്നും സൗണ്ടിനെ ടിംപാനത്തിലേക്ക് പാസ് ചെയ്യുന്നുള്ളത്. ഓഡിറ്ററി കനാലിനകത്ത് ഹെയറും വാക്സും കാണാം. അതിന്റെ ഫങ്ഷൻ എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾ ഓർ ജേംസിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്മോൾ ഹെയർ ആൻഡ് വാക്സ്. നെക്സ്റ്റ് പാർട്ട് ഏതാണ്? ടിംപാനം. ഇതാണ് ടിംപാനം. തിൻ സർക്കുലാർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ് ദ മിഡിൽ ഇയർ ഫ്രം എക്സ്റ്റേണൽ ഇയർ. ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്. തിന്നായ സർക്കുലാറായ ഒരു മെംബ്രെയിൻ ആണ് ടിംപാനം. ഈ ടിംപാനം ആണ് മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുള്ളത്. ഇതിന്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്. സൗണ്ട് വേവ് വന്ന് സ്ട്രൈക്ക് ചെയ്താൽ, ഇതുവഴി സൗണ്ട് വേവ് വന്ന് സ്ട്രൈക്ക് ചെയ്താൽ ടിംപാനം വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് ആണ് നെക്സ്റ്റ് മിഡിൽ ഇയറിലേക്ക് മൂവ് ചെയ്യുന്നുള്ളത്. നെക്സ്റ്റ് മിഡിൽ ഇയർ പോർഷൻസ് ഏതൊക്കെയാണ്? ഇതാണ് 3 ബോൺസ്, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റാപ്പിസ്. ഈ 3 ബോൺസിനെയും ഒന്നിച്ച് ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. ടിംപാനത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്ന ബോണാണ് മാലിയസ്, സെക്കൻഡ് ബോൺ ഇൻകസ് ആൻഡ് തേർഡ് ബോൺ സ്റ്റാപ്പിസ്. ഇത് 3നെയും ഒന്നിച്ച് ഇയർ ഓസിക്കിൾസ് എന്ന് പറയും. ഒരു ചെവിയിൽ 3 ബോണും മറ്റേ ചെവിയിൽ 3 ബോണും. സോ ടോട്ടൽ 6 ബോൺസ് ഇൻ അവർ ഇയർ. എന്താണ് ഇയർ ഓസിക്കിളിന്റെ ഫങ്ഷൻ? ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ ടിംപാനം ടു ദ ഇന്റേണൽ ഇയർ. ടിംപാനത്തിൽ നിന്നും സൗണ്ട് വൈബ്രേഷൻ റിസീവ് ചെയ്ത് അതിനെ ഇന്റേണൽ ഇയറിലേക്ക് പാസ് ചെയ്യുന്നത് ഈ 3 ബോൺസ് കൂടിയാണ്. ദാറ്റ് ഈസ് ഇയർ ഓസിക്കിൾ. ആൻഡ് നെക്സ്റ്റ് യുസ്റ്റാഷ്യൻ ട്യൂബ്. മിഡിൽ ഇയറിന്റെ രണ്ടാമത്തെ ഭാഗമാണ് യുസ്റ്റാഷ്യൻ ട്യൂബ്. കണക്ട് ദ മിഡിൽ ഇയർ വിത്ത് ഫാരിങ്സ്. മിഡിൽ ഇയറിനെയും ഫാരിങ്സിനെയും യുസ്റ്റാഷ്യൻ ട്യൂബ് കണക്ട് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ട് ദ ടിംപാനം ബൈ ബാലൻസിങ് പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദ ടിംപാനം. ടിംപാനത്തിന്റെ 2 സൈഡിലുള്ള പ്രഷർ ബാലൻസ് ചെയ്ത് ടിംപാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളത് യുസ്റ്റാഷ്യൻ ട്യൂബാണ്. നെക്സ്റ്റ് ഇവിടെ 2 വിൻഡോസ് കാണാം, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. ഇതാണ് ഓവൽ വിൻഡോ, ഇത് റൗണ്ട് വിൻഡോ. സോ ഓവൽ വിൻഡോ മീൻസ് വാട്ട്? സീൻ അറ്റാച്ച്ഡ് ടു ദ സ്റ്റാപ്പിസ് സ്പ്രെഡ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഓസിക്കിൾ ടു ദ ഇന്റേണൽ ഇയർ. സ്റ്റാപ്പിസായി അറ്റാച്ച് ചെയ്ത് കാണുന്നതാണ് ഓവൽ വിൻഡോ. സ്റ്റാപ്പിസിൽ നിന്നും സൗണ്ട് വൈബ്രേഷൻസ് ഇന്റേണൽ ഇയറിലേക്ക് പാസ് ചെയ്യുന്നത് ഓവൽ വിൻഡോ വഴിയാണ്.
റൗണ്ട് വിൻഡോ ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻസൈഡ് ദ കോക്ലിയ. കോക്ലിയക്കകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് റൗണ്ട് വിൻഡോ ആണ്. ഇതാണ് ഇന്റേണൽ ഇയർ. ഇന്റേണൽ ഇയർ പാർട്സ് ഏതൊക്കെയാണ്? സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, വെസ്റ്റിബുലാർ നെർവ് ആൻഡ് ഓഡിറ്ററി നെർവ്. ഇനി വെസ്റ്റിബ്യൂളിന്റെയും സെമി സർക്കുലാർ കനാലിന്റെയും ഫംഗ്ഷൻ ബാലൻസിങ് ആണ്. ഇതാണ് സെമി സർക്കുലാർ കനാൽ, ഇതാണ് വെസ്റ്റിബ്യൂൾ. ഇത് രണ്ടിന്റെയും ഫംഗ്ഷൻ ബാലൻസിങ് ആണ്. ഇതാണ് വെസ്റ്റിബുലാർ നെർവ്, ക്യാരി ഇമ്പൾസ് ടു സെറിബെല്ലം ഫോർ ബാലൻസിങ്. നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനുള്ള ഇമ്പൾസസ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത് വെസ്റ്റിബുലാർ നെർവ് ആണ്. നെക്സ്റ്റ് ഇതാണ് കോക്ലിയ. കോക്ലിയന്റെ ഫംഗ്ഷൻ ആണ് ഹിയറിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓഡിറ്ററി നെർവ് ക്യാരി ഇമ്പൾസസ് ടു സെറിബ്രം ഫോർ ഹിയറിംഗ്. ഹിയറിംഗിന് വേണ്ടിയുള്ള ഇമ്പൾസസ് സെറിബ്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഓഡിറ്ററി നെർവ് വഴിയാണ്. സോ ഇന്റേണൽ ഇയർ പാർട്സ് ആർ സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ. വെസ്റ്റിബ്യൂളിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്ന നെർവ് വെസ്റ്റിബുലാർ നെർവ്, കോക്ലിയയിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണുന്ന നെർവ് ഓഡിറ്ററി നെർവ്. സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പിന്ന വഴി, ഓഡിറ്ററി കനാൽ, ആൻഡ് ദെൻ ടിംപാനം, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റാപ്പിസ്, ഓവൽ വിൻഡോ വഴി കോക്ലിയന്റെ അകത്തേക്ക് എത്തും അല്ലേ? കോക്ലിയക്കകത്ത് വെച്ച് ഇമ്പൾസ് ഫോം ചെയ്യും. ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിലേക്ക് മൂവ് ചെയ്യും. പക്ഷെ ഈ ഇമ്പൾസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് നമുക്ക് കോക്ലിയന്റെ ഇന്റേണൽ സ്ട്രക്ചർ അറിയണം. ഷെല്ല് പോലെ കോയിലായി കാണുന്ന ഭാഗമാണ് കോക്ലിയ. ഇനി ഇത് അൺകോയിൽ ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് അൺകോയിൽഡ് കോക്ലിയ, അതായത് അതിനെ ഒന്ന് നിവർത്തി വെച്ചാൽ ഇതുപോലെ കാണാം. ഇതാണ് ഓഡിറ്ററി കനാൽ, ടിംപാനം, മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്, ഓവൽ വിൻഡോ ആൻഡ് റൗണ്ട് വിൻഡോ. ഇത് കോക്ലിയ, അൺകോയിൽഡ് കോക്ലിയ. 3 ചാമ്പേഴ്സ് കാണാം. കോക്ലിയക്കകത്ത് 3 ചാമ്പേഴ്സ് കാണാം, അപ്പർ, മിഡിൽ ആൻഡ് ലോവർ ചാമ്പർ. ഇതാണ് അപ്പർ ചാമ്പർ ആൻഡ് ഇതാണ് മിഡിൽ ചാമ്പർ, ഇത് ലോവർ ചാമ്പർ. ഈ മിഡിൽ ചാമ്പറിന്റെയും ലോവർ ചാമ്പറിന്റെയും ഇടയിലായി ഒരു മെംബ്രെയിന് കാണാം. അതിനെ ബേസിലാർ മെംബ്രെയിൻ എന്ന് പറയും. ഈ ബേസിലാർ മെംബ്രെയിന്റെ മേലെ ഹെയർ സെൽസ് കാണാം, സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചർ. ഈ ഹെയർ സെൽസ് ആണ് ശരിക്കും ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. സൗണ്ട് റിസീവ് ചെയ്യുന്നത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ്. ഇനി ബേസിലാർ മെംബ്രെയിനെയും ഹെയർ സെൽസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോട്ടി. സൗണ്ട് വേവ്സ് പിന്നെ ഓഡിറ്ററി കനാൽ വഴി ഇതുവഴി മൂവ് ചെയ്ത് ഓവൽ വിൻഡോയിൽ കൂടി കോക്ലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ബേസിലാർ മെംബ്രെയിന് മേലെയുള്ള ഹെയർ സെൽസ് ആക്ടിവേറ്റ് ആവും. അപ്പോഴാണ് ഇമ്പൾസ് ഫോം ചെയ്യുക. ആ ഇമ്പൾസിനെയാണ് ഓഡിറ്ററി നെർവ് ക്യാരി ചെയ്ത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. സൗണ്ടിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? പിന്ന, ഓഡിറ്ററി കനാൽ, ടിംപാനം, മാലിയസ്, ഇൻകസ്, സ്റ്റാപ്പിസ്, ഓവൽ വിൻഡോ, കോക്ലിയ. കോക്ലിയയിൽ എത്തിക്കഴിഞ്ഞാൽ ബേസിലാർ മെംബ്രെയിൻ്റെ മേലെയുള്ള ഹെയർ സെൽസ് ആക്ടിവേറ്റ് ആകും, ഇമ്പൾസ് ഫോം ചെയ്യും. ആ ഇമ്പൾസിനെ ഏത് നെർവ് ക്യാരി ചെയ്യും? ഓഡിറ്ററി നെർവ് ക്യാരി ചെയ്ത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. സോ വി ആർ ഏബിൾ ടു ഹിയർ ദ സൗണ്ട്. ഹിയറിന്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ബാലൻസിങ്. എങ്ങനെയാണ് ബാലൻസിങ് എന്ന് നോക്കാം. ഈ സെമി സർക്കുലാർ കനാലിന്റെ അകത്തും വെസ്റ്റിബ്യൂളിന്റെ അകത്തും കാണുന്ന ഒരു ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. ഇവിടെയും ഹെയർ സെൽസ് കാണാം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലുള്ള ഹെയർ സെൽസ് ഇവിടെയും കാണാം. നമ്മൾ നടക്കുന്ന സമയത്തോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ നമ്മുടെ ഹെഡ് മൂവ് ചെയ്യും, അതിനനുസരിച്ച് ഇവിടെയുള്ള ഫ്ലൂയിഡ് മൂവ് ചെയ്യും. സോ ഹെയർ സെൽസ് ആക്ടിവേറ്റ് ആകും, ഇമ്പൾസ് ഫോം ചെയ്യും. ഇമ്പൾസ് വെസ്റ്റിബുലാർ നെർവ് ക്യാരി ചെയ്യും, ബ്രെയിനിന്റെ സെറിബെല്ലത്തിലാക്കാണ് കൊണ്ടുപോകുന്നത്. അത് നോട്ട് ചെയ്യണം, കാരണം ബോഡി ബാലൻസിങ് സെറിബെല്ലത്തിന്റെ കൺട്രോളിലാണ്. സോ ഇതുപോലെ ഇയർ നമ്മുടെ ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യും.